എവരിവൺ, പുതിയൊരു വ്ലോഗിലേക്ക് കുറേ നാളിന് ശേഷം വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് നമ്മുടെ ഫസ്റ്റ് മിഡ് വൈഫ് അപ്പോയിൻമെൻ്റ് ആണ്. ഫസ്റ്റ് മിഡ് വൈഫിൻ്റെ അപ്പോയിൻമെൻറ്റ് മാത്രമല്ല, ഇന്ന് നമ്മുടെ ഫസ്റ്റ് സ്കാനിങ്ങും കൂടെയാണ്. അപ്പം ഇന്ന് നമ്മുടെ ഫസ്റ്റ് സ്കാനിങ്ങും ഫസ്റ്റ് ബ്ലഡ് ടെസ്റ്റും അങ്ങനത്തെ എല്ലാവിധ കലാപരിപാടികളും ഇത് നടക്കുന്നതായിരിക്കും. അപ്പം കുറേ നാളായിട്ട് വീഡിയോ ഇടാൻ സമയമെടുത്തല്ലേ. അപ്പം എന്താ പറയുക, ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ഇതായിരുന്നു. അപ്പം ഇപ്പം ഫസ്റ്റ് ട്രൈമസ്റ്റർ ഓൾമോസ്റ്റ് ഫിനിഷ് ആവുകയാണ്. നാളെ തൊട്ട് നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്ററിലോട്ട് കടക്കുകയാണ്. അപ്പം ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ്, ഫസ്റ്റ് സ്കാനിങ്. നമ്മളിന്ന് ബേബിനെ ഫസ്റ്റ് ദൈവം അനുവദിച്ച് ഫസ്റ്റ് നമ്മൾ കാണാൻ ചാൻസ് കിട്ടുകയാണ്. അപ്പം ഇച്ച ഇന്നലെ തന്നെ ഡെമോണിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. അത് കുറച്ച് ഞങ്ങൾ ജോലി മാറിയതിൻ്റെയും വീട് ഷിഫ്റ്റ് ആയതിൻ്റെയും ഒത്തിരി കഥകളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പുറകെ പറയുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനുള്ളത് ആഷ്ഫോർഡിലാണ്, എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ്. അപ്പം ഇവിടുന്ന് ആണ് നമ്മൾ സ്കാനിങ്ങിനൊക്കെ പോകുന്നത്. അപ്പം ഇനി അങ്ങോട്ട് ഓരോ ദിവസം ഓരോ വിശേഷങ്ങളായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്, ഞാൻ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മാവൊക്കെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് അപ്പവും കറിയാണ്. അപ്പം നമ്മൾ അതെല്ലാം ഉണ്ടാക്കി ജസ്റ്റ് ഒന്ന് ഫേസൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാക്കൊക്കെ ഇട്ടു. അതിനുശേഷം നമ്മൾ ഫ്രഷപ്പായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് ഇച്ചയും കൂടെ ഉണ്ട്. അപ്പം കുറേ നാളിന് ശേഷം ഞങ്ങൾ ഒന്നിച്ചിരുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയിലായിട്ട് നമ്മളിന്ന് ചെയ്യുമായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. കുറേ നാളിന് ശേഷം ഞാൻ വീഡിയോ ഇടുന്നതുകൊണ്ട് അതിൻ്റെ കുറേ കൺഫ്യൂഷൻസ് എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മളങ്ങനെ അപ്പോയിൻമെൻറ്റ് റെഡി ആയി കഴിഞ്ഞു. അപ്പം 1:30 അപ്പോയിൻമെൻറ്റ് വന്നേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 1 o'clock ആയി. നമ്മളിപ്പം ഇറങ്ങാൻ പോവാണ്. അപ്പം നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്, എന്നാൽ അതേപോലെ എനിക്കൊരു ടെൻഷനും ഉണ്ട്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ, അപ്പം അതിൻ്റേതായിട്ടുള്ള നല്ല എക്സൈറ്റ്മെൻറ്റും നല്ല ഭയവും ഉണ്ട് എനിക്കിപ്പം. പിന്നെന്താ, അപ്പം നമുക്കിന്ന് സ്കാനിങ് ആണ്. അപ്പോൾ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്കിത് ബേബിനെ കാണാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗോഡ്സ് ഗ്രേസ് ഉണ്ടെങ്കിൽ നമുക്കിത് കാണാൻ പറ്റും. അപ്പം ഫസ്റ്റ് ഹാർട്ട് ബീറ്റൊക്കെ കേൾക്കാമെന്നാണ് പറയുന്നത്. അപ്പം അപ്പം അവിടെ വീഡിയോ അലൗഡ് ആണോ എന്ന് എനിക്കറിയത്തില്ല. ആണെങ്കിൽ ഞാൻ എന്തായാലും അത് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പം ഞാൻ ബാക്കി വിശേഷങ്ങൾ കാണിക്കാം. അപ്പം നമ്മൾ പോകാൻ തുടങ്ങുവാണ്. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ ദൂരം ഇവിടുന്ന് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ടെസ്കോയിലൊന്ന് പോകണം. ടെസ്കോയിൽ പോയിട്ട് നമുക്കൊരു കോക്കനട്ട് വാട്ടർ മേടിക്കണം. അപ്പം കോക്കനട്ട് വാട്ടർ കുടിച്ചിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സ്കാനിങ് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കാം. എക്സൈറ്റഡ് ആണോ? ആണോ? അപ്പോൾ ഞങ്ങൾ എന്തായാലും നല്ല എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു. ആൾ നന്നായിട്ട് നമുക്ക് സഹകരിച്ച് തന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോവാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു സർപ്രൈസും കൂടെ പുറകെ വരുന്നുണ്ട്. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയ സ്കാനിങ്ങിൻ്റെ ഒരു ഫോട്ടോ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് അത് ഞാൻ എന്താണ് പറയാം. അപ്പം ഇന്നത്തെ ഈ വീഡിയോയുടെ സർപ്രൈസ് എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് നാട്ടിലോട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞിട്ട് അപ്പം ഞാനും എൻ്റെ സിസ്റ്ററും കൂടെയാണ് നാട്ടിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇനിയും കാണുന്നത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ആക്ച്വലി ഈ പ്ലാൻ നമ്മൾ ഇട്ടത് ഭയങ്കര പെട്ടെന്നായിരുന്നു. നാട്ടിലേക്ക് പോകാം എന്നൊരു പ്ലാൻ വന്നത്. കാരണം നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞായിരുന്നു. സോ നാട്ടിൽ പോയി കുറച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിക്കാൻ തോന്നി. അപ്പം ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് ഒരു ഹാഫ് മൈൻഡിലാണ് ഞാൻ പോകുന്നത്. കാരണം ഇച്ഛയില്ലാതെ ഞാൻ അങ്ങനെ നമുക്കൊരു താല്പര്യം ഭയങ്കര കുറവായിരുന്നു. പക്ഷേ എന്നാലും ഹെൽത്തിനെ നോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് പോയിട്ട് വരാം എന്നൊരു തീരുമാനത്തിലാണ് നമ്മൾ പോയത്.
അങ്ങനെ ഞങ്ങൾ ഫൈനലി എയർപോർട്ടിലെത്തി. അപ്പോൾ ഞാനും സിസ്റ്ററും അവളുടെ കുഞ്ഞുമായിട്ടാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തത്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സർവീസൊക്കെ ആയിരുന്നു. എമിറേറ്റ്സിലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പം സീറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ നല്ല ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. ബേബി ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി പ്രയോറിറ്റീസ് കൂടുതൽ കിട്ടിയായിരുന്നു. ഈവൻ ക്യൂവും കാര്യങ്ങളൊന്നും നിൽക്കേണ്ടി വന്നില്ല, കുറച്ചും കൂടി പ്രയോറിറ്റീസ് കിട്ടി. അപ്പം ഇങ്ങനൊരു യാത്ര ഫസ്റ്റ് ടൈമാണ് നമ്മൾ ബേബിയായിട്ട് പോകുന്നത്. അപ്പം ബേബിക്ക് കിടക്കാൻ അവർ ഈ സംഭവം എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് നോക്കുവാണെങ്കിലും ഫുഡ് വൈസും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫുഡായിരുന്നു. അപ്പം എമിറേറ്റ്സ് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അത്യാവശ്യം നമുക്ക് നമ്മൾ ഓൾറെഡി പ്രീ ചെക്ക് ഇൻ ചെയ്തതും പിന്നെ മെനു നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വെജ് നോൺ വെജ് എന്താണെങ്കിലും നമുക്കങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഈസി ആയിരുന്നു കാര്യങ്ങളെല്ലാം. അങ്ങനെ നമുക്ക് കണക്ഷൻ വന്നത് ദുബായിലായിരുന്നു. ദുബായിലൊരു എത്ര ഹവേഴ്സാണെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. എന്നാലും കുറച്ച് മണിക്കൂർ നമ്മളവിടെ എനിക്ക് 2.5 അത്രയും എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ ഹവേഴ്സ് നമ്മൾ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടായിരുന്നു നമുക്ക് കൊച്ചിനായിരുന്നു ബാക്കി ഡെസ്റ്റിനേഷൻ വന്നത്. അങ്ങനെ ഞങ്ങൾ ദുബായ് ഒന്ന് ജസ്റ്റ് അതിനകമൊക്കെ ഒന്ന് കാണാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റിന് ഞങ്ങൾ കയറി. വീണ്ടും ഒരു 4 hours 5 hours ട്രാവൽ ഉണ്ടായിരുന്നു. അവിടെയും നമുക്ക് അത്യാവശ്യം നല്ല പ്രയോറിറ്റീസും കാര്യങ്ങളും കിട്ടിയായിരുന്നു. നമ്മൾ ക്യൂവും കാര്യങ്ങളൊന്നും നിൽക്കേണ്ടി വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഫ്ലൈറ്റ് കുറച്ച് ചെറുതായിരുന്നു എന്നല്ലാതെ വേറെ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. സീറ്റ് കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു, അതേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി സർവീസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സർവീസായിരുന്നു. അങ്ങനെ ഞങ്ങൾ നാട്ടിലോട്ട് എത്താൻ കുറച്ച് മണിക്കൂറും കൂടെ ഉള്ളൂ എന്നൊരു സന്തോഷത്തിൽ ഞങ്ങൾ ട്രാവൽ ചെയ്തു. അപ്പം ഇനിയും കുറച്ച് മണിക്കൂർ കൊണ്ട് നമ്മൾ നാട്ടിലേക്ക് എത്തുക എന്നാണ്. പക്ഷെ എനിക്ക് തീരെ ഒരു സന്തോഷമില്ലായ്മ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായി പോയി, ഉണ്ടായിരുന്നില്ല എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. ഫൈനലി നമ്മൾ കേരളത്തിൽ ലാൻഡ് ചെയ്തു. നമ്മൾ ഒരു ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ മോർണിംഗ് ഫ്ലൈറ്റിനായിരുന്നു എത്തിയിരുന്നത്. രാവിലെ 9 മണിയായപ്പോൾ ഞങ്ങൾ എത്തിയായിരുന്നു. ഫൈനലി അങ്ങനെ ഞാൻ അടൂർ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇച്ഛയില്ലാതെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അതിൻ്റെ നല്ലൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. അപ്പം പിന്നെ കുറച്ച് നാളത്തെ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങ് പോകുമായിരുന്നു. അങ്ങനെ നമ്മൾ 4th month സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നത്. ഇനി ഇവിടെ കുറച്ച് നാൾ ഉണ്ടാവും. അപ്പം പറ്റുവാണെങ്കിലൊക്കെ ഞാൻ വീഡിയോ ഡേ ഇൻ മൈ ലൈഫായിട്ടോ ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പം പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോ ഒക്കെ കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. സീ യു ദെൻ. ബൈ.